പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ വീണ്ടും പുറത്ത്. തൃശൂർ പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയെയും മകനെയും പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. 2023 മെയ് 24-നാണ് പീച്ചി SI ആയിരുന്ന PM രതീഷിന്റെ നേതൃത്വത്തിൽ മർദ്ദനം നടന്നത്. 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ഔസേപ്പിന് സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. മർദ്ദിച്ച ശേഷം ഹോട്ടലിലെ തർക്കം പരിഹരിക്കുന്നതിന് ഹോട്ടൽ ഉടമയോട് പോലീസ് പണം ആവശ്യപ്പെട്ടു. ഹോട്ടൽ ഉടമ പണം കൈമാറുന്ന CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടു. അത് ജനം TVക്ക് ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സാനു K സജീവ ചേർന്നുണ്ട്. സാനു, കുന്നംകുളത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നടക്കുന്ന മർദ്ദനം ഉണ്ടാകുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. പോലീസിൽ തന്നെ ഗുണ്ടകളുണ്ട്, ക്രിമിനലുകളുണ്ട് എന്ന് തെളിയിക്കുന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരികയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, എന്തായാലും തൃശ്ശൂരിൽ നിന്ന് രണ്ടാമതാണ് ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ കുന്നംകുളത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം. കുന്നംകുളത്ത് പ്രാദേശിക കോൺഗ്രസ് നേതാവായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം കോൺഗ്രസ് എടുക്കുകയും അത് പുറത്തു വരികയും അത് വലിയ വിവാദമായിട്ട് കേരളമാകെ കത്തി നിൽക്കുന്ന സമയത്താണ് സമാന നിലയിൽ തന്നെയുള്ള പോലീസിങ്ങിൻ്റെ, ഗുണ്ടായിസത്തിൻ്റെ, കാക്കിയുടെ കാടത്തത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വീണ്ടും പുറത്തു വരുന്നത്. അത് പീച്ചിയിൽ നിന്നാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് ലാലീസ് ഫുഡ് ഹോട്ടൽ ഉടമയായി ഔസേപ്പിന്റെ സ്ഥാപനത്തിലുണ്ടായ ചില തർക്കങ്ങളുടെ ഭാഗമായിട്ട് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. ആ തർക്കങ്ങൾ ഇങ്ങനെയാണ്. ഇവർ വാങ്ങിക്കഴിച്ചു, അതായത് പാലക്കാട് നിന്നെത്തിയ ആളുകൾ, ഒരു പറ്റം ആളുകൾ ഹോട്ടലിലെത്തുകയും അവിടെ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്യുകയും ചെയ്തു. ആ ബിരിയാണി എത്തിയതിന് ശേഷം അതിന് മതിയായ രുചിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വാങ്ങിയവർ ആദ്യഘട്ടത്തിൽ ഹോട്ടൽ ജീവനക്കാരോട് കയർത്ത് സംസാരിക്കുകയും അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്തത്. തുടർന്ന് ഈ ഹോട്ടൽ ഉടമകൾ തന്നെയാണ് ആദ്യഘട്ടത്തിൽ പീച്ചി പോലീസിനെ വിവരം അറിയിക്കുന്നത്. അതിനുശേഷം പോലീസ് അറിയിച്ചു. ഈ ബഹളമുണ്ടാക്കിയവരെ, ഈ സംഘർഷത്തിന് ശ്രമിച്ചവരെ ഈ ഹോട്ടലിൽ തന്നെ നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും തുടർന്ന് ഇവരെ നിർത്താൻ ശ്രമിക്കുകയും ചെയ്തു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാവാതിരുന്നതോടുകൂടി ഹോട്ടലിൽ ജീവനക്കാർ അവരവരുടെ ജോലിയിലേക്കായിട്ട് മാറുകയും ആ സമയത്ത് ഈ സംഘർഷം ഉണ്ടാക്കിയവർ അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാൻ വന്നവർ പീച്ചി പോലീസ് സ്റ്റേഷനിലെത്തി ഹോട്ടൽ ജീവനക്കാർക്കെതിരെ പരാതി നൽകുകയായിരുന്നു. ഇതോടുകൂടിയാണ് സംഭവങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇതിനുശേഷം ഹോട്ടൽ ജീവനക്കാരെയും അതേപോലെ ഹോട്ടൽ ഉടമയായിട്ടുള്ള ഔസേപ്പിന്റെ മകനെയും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അതിനുശേഷം ഇവർ മർദ്ദിക്കുകയുമായിരുന്നു. ഈ കുന്നംകുളത്ത് നൂഹാണ് മർദ്ദിച്ചതെങ്കിൽ പീച്ചിയിൽ മർദ്ദിച്ചിരിക്കുന്ന രതീഷ് എന്ന SI ആണ്. പേരുകൾ മാറുന്നേ ഉള്ളൂ, പോലീസിന്റെ ചെയ്തികൾക്ക് ഒരു മാറ്റമില്ല. അത് പുറത്തു വരികയാണ്.